വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ലോ ആൻഡ് പ്രാക്ടീസ് GST പേപ്പറാണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ്സേ ടോപ്പിക്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോണ സമയത്ത് നമുക്ക് അതിനെ കണ്ടൻസ് നോക്കാം. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെജോറിറ്റി ഏരിയ എന്ന് പറയുന്നത് GST ആണ്. അപ്പോൾ കുട്ടികൾ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, GST ഏരിയ മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കും? പാസ്സാകൽ മാത്രമല്ല, 90% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ബ്ലോക്കിൽ നിങ്ങൾ ആദ്യത്തെ 3 ബ്ലോക്ക് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് 3 പാർട്ടുള്ള ചോദ്യങ്ങൾ കിട്ടും. എസ്സേ 4 എണ്ണത്തിൽ 3 എണ്ണം GST ആണ്, ഒരെണ്ണം മാത്രമാണ് കസ്റ്റംസിൽ നിന്നിടുക, 2 എണ്ണം എഴുതിയാൽ മതി. പാർട്ട് എയിലാണെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, പാർട്ട് ബിയിലാണെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. സോ GST ഫസ്റ്റ് 3 ബ്ലോക്കുകളിലോട്ട് ഫോക്കസ് ചെയ്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കസ്റ്റംസിൻ്റെ ഏരിയാസ് കവർ ചെയ്തില്ലെങ്കിലും നോ പ്രോബ്ലം. അപ്പോൾ ഒരുപാട് പേര് അത് ചോദിച്ചുകൊണ്ട് അതിനുള്ള മറുപടി ഞാൻ നൽകി എന്ന് മാത്രം. ഇനി നമുക്ക് കണ്ടൻസിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം ഇന്ദിര ടാക്സ് ആൻഡ് GST ബേസ് പറയുന്നതാണ് ഫസ്റ്റ് ബ്ലോക്ക്. ടാക്സസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ GSTയുടെ ഇൻട്രൊഡക്ഷനാണ് ആദ്യം. വളരെ ഈസി ആയിട്ടുള്ളൊരു ഏരിയ ആണ്, നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ സാധിക്കും. 3 പാർട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. എസ്സേ ഉണ്ടാവാറുണ്ട്, 2 മാർക്സ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ 5 മാർക്സ്, അങ്ങനെ 3 പാർട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST, അഡീഷണൽ ആയിട്ടുള്ള എക്സ്പാൻഡഡ് വേർഷനിലോട്ട്, പിന്നെ മെയിൻ ഏരിയയിലോട്ട് കിടക്കാണ്. അതിൽ രജിസ്ട്രേഷൻ ഉണ്ട്, സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഓഫ് GST ഉണ്ട്. അതിൽ നിന്നൊരു എസ്സേ വരും. ബ്ലോക്ക് നമ്പർ 2-ൽ നിന്ന് 5 മാർക്സ് ചോദ്യങ്ങൾ തിയറി വരും, അതുപോലെ തന്നെ 2 മാർക്സ് ചോദ്യങ്ങളും വരും. നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വല്ലാണ്ട് ഡെപ്തിലൊന്നുമല്ല, ബേസ് മാത്രമാണ് വരുന്നത്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് GST അപ്പീൽസ് ആൻഡ് റിവിഷൻ, അതിൽ നിന്നും ഒരു എസ്സേ ഇടാറുണ്ട്. അപ്പോൾ 2 മാർക്സ് 5 മാർക്സ്. അപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ബേസിൽ നിന്നാണ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറേ ടീമുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഫസ്റ്റ് 3 ബ്ലോക്കുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റംസ്, ലോ ഇൻ ഇന്ത്യ, അതിലത്തെ ബേസിക് ടീമുകളിലോട്ട് നോക്കി നിങ്ങളുടെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യാം. എന്താണ് ബേസ് ഫസ്റ്റ് 2 ബ്ലോക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് 60% അടുത്ത് മാർക്ക് കിട്ടും എന്നുള്ളതാണ്. കാരണം 2 എസ്സേ കിട്ടി, 2 മാർക്സ് 5 മാർക്സ് ഒക്കെ അതിൽ നിന്നുള്ളതൊക്കെ കിട്ടും. ബാക്കി നല്ല മാർക്സിലോട്ട് സ്കോർ ചെയ്യാൻ ബ്ലോക്ക് നമ്പർ 3 കൂടിയും ഓക്കെ ആയാൽ പക്ക. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് ബ്ലോക്കിലെ ഇൻട്രൊഡക്ഷൻ ഏരിയ ആണ്, ടാക്സസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡിറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ടാക്സസ് ഒക്കെയാണ്, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ദെൻ ഇതിൽ നിന്ന് സാധാരണ മെയിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ടാക്സേഷൻ. ഇതാണ് ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ചോദ്യങ്ങൾ. ടൈപ്സ് ഓഫ് ടാക്സേഷൻ എന്താണ്, ഡിറക്റ്റ് ടാക്സിനെ പറ്റിയിട്ടും ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റിയിട്ടും ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യത്തിൽ വരാം. അതല്ലെങ്കിൽ 2 മാർക്ക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏരിയയിൽ വരാം. പലതരത്തിലുള്ള ടാക്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഏരിയ ഫസ്റ്റ് നോക്കുക, ടൈപ്സ് ഓഫ് ടാക്സസ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, നിർബന്ധമായി നോക്കി വയ്ക്കുക. ടൈപ്സ് ഓഫ് ടാക്സസിൽ ഡിറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഈസി ഏരിയ ആണ്, പോയിന്റ് പഠിച്ച് നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ദെൻ ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ടാക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇൻകം ടാക്സ്,
സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇതൊക്കെ 2 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതും നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നിർബന്ധമായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം ഇതിൽ നിന്ന് 2 മാർക്ക് 5 മാർക്ക് essay 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡയറക്റ്റ് ടാക്സിനെ പറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. ഇൻകം ടാക്സ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 5 മാർക്സിലും വരാം, അതുപോലെ തന്നെ essayക്കും വരാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത് ഇവിടെ കാണുന്നു. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ GST, വാറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ബേസായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കമ്പൽസറി ടോപ്പിക്കാണ്. നിർബന്ധമായും പഠിക്കണം കേട്ടോ ഡിഫറൻസ്. ഇനി ഇവല്യൂഷൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ ഇൻ ഇന്ത്യ നമുക്കൊരു essay ടോപ്പിക്കായിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവല്യൂഷൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഞാൻ GST പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ഈ കഥയാണ്. എങ്ങനെയാണ് ഇത് വരാൻ കാരണം? ഓൾറെഡി ഉണ്ടായിരുന്ന സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്ത് വന്നതാണ് ഈ പറയുന്ന GST. അപ്പോൾ ഒരു essay ടോപ്പിക്കിന് സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് യൂണിറ്റ് നമ്പർ 1 മനസ്സിലാക്കാനുള്ള കേട്ടോ. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2, ഇൻട്രൊഡക്ഷൻ ടു GST. ഒരുപാട് ടേമുകളുണ്ട്. അപ്പോൾ അതിന് തന്നെ GST എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ വീണ്ടും കാണാൻ സാധിക്കും. നേരത്തെ ഫസ്റ്റ് യൂണിറ്റിൽ കണ്ടത് തന്നെ നമുക്ക് വീണ്ടും കാണാം. ഫീച്ചേഴ്സ് ഓഫ് GST. അപ്പോൾ ഇതൊക്കെ നമുക്ക് പലപ്പോഴും നേരത്തെ ഇൻട്രൊഡക്ഷൻ ടു ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റിയിട്ടുള്ളൊരു ഓവറോൾ കാര്യമാണെങ്കിൽ ഇവിടെ GSTനെ എടുത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്, ഡ്യുവൽ GST മോഡലാണെന്നൊക്കെ വീണ്ടും കാണാം. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് GST വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. essayക്ക് വരാം. പിന്നെ അതിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓരോ ടേമുകൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് സെപ്പറേറ്റ് 2 മാർക്ക് 5 മാർക്ക് ചോദ്യങ്ങൾക്ക് വരാം. ഡ്യുവൽ GST മോഡൽ എന്താണ്, ഇൻഡസ്ട്രി സപ്ലൈ എന്താണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്. ഓക്കെ, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു ബേസ് ചാപ്റ്ററിലത്തെ ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റുന്ന ഒരു ബ്ലോക്കിനെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നീഡ് GSTയുടെ 1 നാഷൻ 1 ടാക്സ് 2 മാർക്സിന് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് GST അതും പഠിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഇവല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നോക്കാം, സ്റ്റേജസ് ഇൻ ദി ഇവല്യൂഷൻ ഓഫ് GST essayക്കുള്ള ടോപ്പിക്കാണ്. നിർബന്ധമായും പഠിക്കുക. ഇവല്യൂഷൻ ഓഫ് GST essay ടോപ്പിക്കാണ്. GST കൗൺസിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് GST കൗൺസിലിനെ പറ്റിയിട്ട്. ദെൻ CBDT ജസ്റ്റ് നോക്കാം. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് GST 5 മാർക്സിൻ്റെ ചോദ്യം. CGST, SGST, UTGST, ഓരോന്നിനെ പറ്റിയുള്ളത്, IGST നിർബന്ധമായി നോക്കണം. 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം. ഓരോന്ന് സെപ്പറേറ്റ് എടുത്തും ചോദിക്കാം. എന്താണ് CGST, എന്താണ് SGST, UTGST എന്താണ്, IGST എന്താണ്, ഓരോന്നിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. അപ്പോൾ എന്തായാലും നോക്കണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാസ്കാഡിങ് ഇഫക്റ്റിനെ പറ്റിയിട്ട് പലപ്പോഴും 2 മാർക്കിനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബെനഫിറ്റ്സ് ആണ് GSTയുടെ. അഗെയിൻ 5 മാർക്ക് ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ ഈ ഏരിയയിലുള്ള ബേസ് ചോദ്യങ്ങൾ റിപ്പീറ്റാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ചലഞ്ചസ് വരുന്നുണ്ട്. ചലഞ്ചസ് ഒരു essayക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ചലഞ്ചസ് കൺഫ്രണ്ടഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഇൻ ഇന്ത്യ essay ടോപ്പിക്കാണ്. സ്കിപ്പ് ചെയ്യാതിരിക്കുക, എന്തായാലും പഠിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 2. ഓക്കെ, അപ്പോൾ യൂണിറ്റ് നമ്പർ 1ഉം യൂണിറ്റ് നമ്പർ 2ഉം ഇതിൽ നിന്ന് 3 പാർട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. ഓക്കെ, essay വരും, അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, 5 മാർക്സിൻ്റെ ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2 കുറച്ചും കൂടി ഡെപ്തിലാണ് വരുന്നത്. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST. സോ ഇതിൽ GST രജിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക.
അതിൽ നീഡ് ഫോർ GST രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കണം. ദെൻ ഇതിൽ വലിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊസീജിയറാണ്. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഒരു essay ടോപ്പിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച essay ആണ്. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ essay ടോപ്പിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ എഗെയിൻ മറ്റൊരു essay ടോപ്പിക്. ഇതിലേതെങ്കിലും ഒരെണ്ണം essayക്ക് മാറി മാറി വരാറുണ്ട്. ഒന്നുകിൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ. ഇതിലേതെങ്കിലും ഒരെണ്ണം essay ആ. ഓക്കെ, രജിസ്ട്രേഷനിൽ. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. എന്താണ് രജിസ്ട്രേഷൻ നോക്കുക, ക്യാൻസലേഷനോ അതല്ലെങ്കിൽ പ്രൊസീജിയറോ essayക്ക് വരണം പ്രതീക്ഷിക്കാം. ഇനി ടൈം, പ്ലേസ് ആൻഡ് വാല്യൂ സപ്ലൈ. 3 സപ്ലൈയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് 2 മാർക്കിലും 5 മാർക്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പീറ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ സപ്ലൈ എന്താണെന്ന് നോക്കുക. കോമ്പോസിറ്റ് സപ്ലൈ 2 മാർക്സ് ചോദ്യം. മിക്സഡ് സപ്ലൈ 2 മാർക്സ് ചോദ്യം. ഓക്കെ, ദെൻ പിന്നെ ഇതിൽ സീറോ റേറ്റഡ് സപ്ലൈനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്, നോക്കണം. റിവേഴ്സ് ചാർജിങ് മെക്കാനിസം എന്താണ്? RCM. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ടൈം ഓഫ് സപ്ലൈ എന്താണ്? 2 മാർക്സ് ചോദ്യം. 3 സപ്ലൈയിൽ ഏതെങ്കിലും ഒരു സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, വാല്യൂ സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ 2 മാർക്സിന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാസ്കാഡിങ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിൻ്റെ ബേസ് ആണ്, നോക്കി വയ്ക്കണം. കാസ്കാഡിങ് ഇഫക്റ്റ്, അതുപോലെ തന്നെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ബെനഫിറ്റ്സ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നോക്കിയിരിക്കണം. 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ഇനി ഇതിൽ ലാസ്റ്റ് വരുന്ന അസസ്മെൻറ്റ് ഓഫ് GST ആണ്. ടാക്സ് ഇൻവോയ്സ് ഉണ്ട്, 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. ടാക്സ് ഇൻവോയ്സ്. ബിൽ ഓഫ് സപ്ലൈ 2 മാർക്സ് ചോദ്യം. അതിൻ്റെ കണ്ടൻസ് നമുക്ക് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ. ഇതൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ് കേട്ടോ. ഡെബിറ്റ് നോട്ട്, ടാക്സ് ഇൻവോയ്സ് ഇതൊക്കെ 2 മാർക്കിൻ്റെ. ക്രെഡിറ്റ് നോട്ട്, കൂടുതൽ ഡെബിറ്റ് നോട്ട്, ടാക്സ് ഇൻവോയ്സ് ഒക്കെ 2 മാർക്സിൻ്റെ കണ്ടുവരുന്നതാണ്. ഇനി നെക്സ്റ്റ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണ്. അപ്പോൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഉണ്ട്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ ഉണ്ട്. ഒന്നുകിൽ ഈ പറയുന്ന ലെഡ്ജേഴ്സിനെ പറ്റിയിട്ട് കോമൺ ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ചോദിക്കാം. ഏതൊക്കെയാണ് പലതരത്തിലുള്ള ലെഡ്ജേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോന്നിനെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം, അതല്ലെങ്കിൽ 3 കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള 5 മാർക്കിൻ്റെ ചോദ്യം. കൂടുതൽ ഞാൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ, ലയബിലിറ്റി ലെഡ്ജർ, ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടാക്സേഷനിൽ ഓൾറെഡി പഠിക്കാനുണ്ടായിരുന്നതാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ. അത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 2. essay വരും, രജിസ്ട്രേഷൻ എന്നാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ 2 മാർക്സ് 5 മാർക്സ് മറ്റ് 2 യൂണിറ്റിൽ നിന്ന്. essay ഞാൻ രജിസ്ട്രേഷനിൽ നിന്നും 2 and 5 ബാക്കി 2 യൂണിറ്റിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അപ്പീൽസ് ആൻഡ് റിവിഷൻ ആണ് മറ്റൊരു ടോപ്പിക്. GST കൗൺസിൽ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GST കൗൺസിൽ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ മീറ്റിംഗ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിർബന്ധമായി നോക്കണം. ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ 5 മാർക്കിൻ്റെ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, ഫങ്ഷൻസ്. ദെൻ GSTN എന്താണ്? എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. GSTN 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൽ ഒരു essay ടോപ്പിക്കാണ് ഈ പറയുന്ന ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസ് റിലേറ്റഡ് വിത്ത് GST റിലേറ്റഡ് വിത്ത് GSTൻ്റെ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ, മുകളിൽ നോക്കണം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. പിന്നെ ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസ് ചെയ്യുക, അതൊരു essay ടോപ്പിക്കാണ്. ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസ്. അതിൻ്റെ പ്രസൻറ്റേഷൻ ഒരു സുഖമില്ലാത്തതാണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളുകളിൽ നിന്നുള്ള ഏരിയാസ് ചോദ്യങ്ങൾ വരാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതും essayക്കുള്ളൊരു ടോപ്പിക്കാണ്, ബട്ട് പ്രസൻറ്റ് ചെയ്യാനൊരു സുഖമില്ലാത്തതാണ് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്, കൂടുതൽ കണ്ടുവരുന്നത് നോക്കാം. റിക്കവറി അണ്ടർ GST 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. റിക്കവറി അണ്ടർ GST ഇതിൻ്റെ മുമ്പുള്ളത് അങ്ങനെ ഇല്ല. റിക്കവറി അണ്ടർ GST എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അഡ്വാൻസ് റൂളിംഗ് 2 മാർക്ക് ചോദ്യം. സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് നമ്പർ 1. ഇനി അപ്പീൽസ് ആൻഡ് റിവിഷൻ ആണ് ലാസ്റ്റ് ഇതിൽ വരുന്നത്. എന്താണ് അപ്പീൽ എന്നുള്ളത് നോക്കാം. അതിൻ്റെ ബേസിക്സ് ഉണ്ട്, 5 മാർക്ക് ചോദ്യമാണ്. ഇതിൽ നിന്നും നമുക്കൊരു essay ഈ ബ്ലോക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം.
അതിൽ നേരത്തെ പറഞ്ഞ ഇൻസ്പെക്ഷനെ പറ്റിയുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ അപ്പീൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളോ ആയിരിക്കാം ആണ് സാധാരണ കണ്ടുവരുന്നത്. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് അപ്പീലാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. അത് 5 മാർക്കാണ്. പിന്നെ പലതരത്തിലുള്ള അപ്പീലുകൾ അതിനെപ്പറ്റിയിട്ടുള്ളത്. അപ്പം അപ്പീൽ എന്താണെന്ന് നോക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. പിന്നെ പെനാൽറ്റി ഉണ്ട്. എന്താണ് പെനാൽറ്റി? പിന്നെ പണിഷ്മെൻറ്റ് അണ്ടർ GST ലോ നമുക്ക് 5 മാർക്കിൻ്റെയിലേക്ക് റിപ്പീറ്റ് ഒന്നുമല്ല, അതിനുള്ള സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി ഇന്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അണ്ടർ GST, ഇതിൽ നിന്ന് പലപ്പോഴും 2 മാർക്ക് റിപ്പീറ്റാണ്. എന്തായാലും പ്രതീക്ഷിക്കുന്നു. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്താണ്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്താണ്? സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്? അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് സപ്ലൈ, ഇതിൽ ഏതെങ്കിലും എന്തായാലും ഒരെണ്ണം എക്സാമിന് വരാറുണ്ട്. ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ ഈ 3-4 എണ്ണം പറഞ്ഞത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക, റിപ്പീറ്റ് ആണ് കേട്ടോ. സോ ദാറ്റ്സ് എ ഡീംഡ് എക്സ്പോർട്ടഡ് 2 മാർക്സ് ചോദ്യം. സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 3. ലാസ്റ്റ് ബ്ലോക്കാണ്. ഞാൻ പറഞ്ഞു, ഒന്നും പഠിച്ചു കഴിയാത്തവർ ആദ്യത്തെ 3 ബ്ലോക്ക് മാത്രം നോക്കിയാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടൈമിൻ്റെ ബേസിൽ കസ്റ്റംസ് ലോ ഇൻ ഇന്ത്യ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു essay, പിന്നെ 2 മാർക്സ് 5 മാർക്സിൽ ഓരോരോ ചോദ്യങ്ങൾ, അതാണ് കണ്ടുവരാറ്. സോ കസ്റ്റംസ് ഡ്യൂട്ടി എന്താണെന്നുള്ളത് 2 മാർക്സിലേക്ക് വരാം. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കസ്റ്റംസ് ലോ ആണ് നെക്സ്റ്റ് വരുന്നത്. 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. പിന്നെ നെക്സ്റ്റ് essayക്ക് കണ്ടുവരുന്നത് ടൈപ്സ് 5 മാർക്കിൻ്റെയിലേക്കുള്ള സ്കോപ്പ് എന്നുള്ളൊരു ചോദ്യമാണ്. നെക്സ്റ്റ് essay ഒരു ഏരിയ എന്ന് പറയുന്നത് അടുത്ത യൂണിറ്റിൽ നിന്ന് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റിലത്തെ ബേസ് ചിലപ്പോൾ കൂടുതൽ 2 മാർക്കും 5 മാർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രൊസീജിയർ അത് ആണ് നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. സ്പെസിഫൈഡ് ഗുഡ്സ്, അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നോക്കി ടൈം കളയണം. വാല്യുവേഷൻ ഉണ്ട് 2 മാർക്കിലേക്ക്. കൺസെപ്റ്റ് ചോദിച്ചാൽ എഴുതാൻ വരണം. WTO പ്രൊസീജിയർ ഫോർ അവൈലിംഗ് എക്സംഷൻ നോക്കി വെച്ചോളൂ കേട്ടോ. 2 മാർക്കിൻ്റെ ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി എക്സംഷൻ അഗെയിൻ ഒരു 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് ഉള്ള സ്കോപ്പിനുള്ളതാണ്. ഇനി ഹൈറാർക്കി ഓഫ് കസ്റ്റംസ് അതോറിറ്റീസ്, നമുക്ക് ഹൈറാർക്കി അങ്ങനെ റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് അല്ല. ഇനി ലാസ്റ്റ് ഇതാണ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. ഈ പലതരത്തിലുള്ള അസസ്മെൻറ്റ്, അതിൻ്റെ സ്റ്റെപ്സ്, ഒന്നെങ്കിൽ ഈ പറയുന്ന അസസ്മെൻറ്റ് 2 മാർക്കിന് ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ അവിടെ 5 മാർക്കിനോ essayക്കോ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് അങ്ങനെയും ചോദിക്കാം. 5 മാർക്കിൻ്റെയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ ലാസ്റ്റ് പെനാൽറ്റീസ്, അപ്പീൽസ് ആൻഡ് റിവിഷനാണ് ലാസ്റ്റ് യൂണിറ്റ് വരുന്നത്. അതിൽ നമുക്ക് ടാക്സ് ലൈബിലിറ്റി ആൻഡ് വാല്യുവേഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ കസ്റ്റംസ് ലോ ഉണ്ട്. അങ്ങനെ വലിയൊരു ഇതുള്ളതല്ല, ടൈമിൻ്റെ ബേസിൽ മാത്രം നോക്കാം. ദെൻ ഇമ്പോർട്ട് പ്രൊസീജിയർ ആൻഡ് ഡോക്യുമെൻറ്റ്സ് അണ്ടർ കസ്റ്റംസ് ലോ, ഇതൊരു അതുപോലെ തന്നെ എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ വേണം എന്നുള്ളത് ഒരു essayക്ക് സ്കോപ്പുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് അണ്ടർ കസ്റ്റംസ് ലോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് essayക്ക് പ്രതീക്ഷിക്കാം. essayക്ക് സ്കോപ്പുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. ബാഗേജ് എന്താണ്? 2 മാർക്സ് ചോദ്യം. ടൈപ്സ് ഓഫ് ബാഗേജസ് നോക്കണം. സോ പെനാൽറ്റീസ് ഫോർ വയലേഷൻ 2 മാർക്സ് ചോദ്യം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നോക്കാനുള്ള. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഹൈ മാർക്സിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചങ്ക് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ബ്ലോക്ക് തന്നെയാണ്. പിന്നെ ബ്ലോക്ക് നമ്പർ 3 പോകാം. അതിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ടൈമിൻ്റെ ബേസിൽ ബ്ലോക്ക് നമ്പർ 4 നോക്കുക. 4 essayയിൽ 3 എണ്ണം ആദ്യത്തെ 3 ബ്ലോക്കിൽ നിന്ന് തന്നെ ലഭിക്കും. കസ്റ്റംസ് അപ്പോൾ നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും അവിടെ ഇഷ്യൂ വരുന്നില്ല. ഓപ്ഷൻസ് പാർട്ട് എയിലും അവൈലബിൾ ആണ്, പാർട്ട് ബിയിലും അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബ്ലോക്ക് നമ്പർ
അപ്പോൾ 3 ബ്ലോക്കുകളായിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ, ഡിപ്സ് എക്സാം റിലേറ്റഡ് ലൈവ് അതൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അടുത്ത് ഒരു സജഷൻ കൂടി നൽകാനുള്ളത്, ഈ ഒരു സബ്ജക്റ്റിൽ എപ്പോഴും കണ്ടുവരുന്നത് റിപ്പീറ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ബേസാണ്. GSTനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ബേസിക്കലി അറിയേണ്ട കാര്യങ്ങളാണ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്, ഇൻ ഡെപ്ത് മറ്റ് കാര്യങ്ങളെക്കാൾ ഉപരി. അപ്പോൾ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് 2 ബ്ലോക്സ് നന്നായിട്ട് നോക്കാൻ പറഞ്ഞത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.